കർണാടക പുത്തൂരിൽ കോളേജിൽ +1 വിദ്യാർത്ഥിനിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചുവെന്ന വാർത്ത പരിഭ്രാന്തിക്കിടയാക്കി. സഹപാഠികൾ മുറിവേൽപ്പിച്ചെന്നായിരുന്നു പരാതി. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ വിദ്യാർത്ഥിനിയെ ആരും മുറിവേൽപ്പിച്ചിട്ടില്ലെന്നും സ്വയം മുറിവേൽപ്പിച്ചതാണെന്നും കണ്ടെത്തി. ഇതോടെയാണ് പരിഭ്രാന്തി ഒഴിഞ്ഞത്. ബിന്ദു ജ്വല്ലറി, കാസർഗോഡ്. ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. കർണാടക പുത്തൂരിൽ +1 വിദ്യാർത്ഥിനിയെ കത്തികൊണ്ട് കയ്യിൽ കുത്തി പരിക്കേൽപ്പിച്ചുവെന്ന വാർത്ത പരന്നത് പ്രദേശത്ത് പരിഭ്രാന്തി പടർത്തി. സഹപാഠികളായ വിദ്യാർത്ഥികൾ മുറിവേൽപ്പിച്ചെന്നായിരുന്നു പരാതി. മുറിവേറ്റ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്നാൽ കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികൾ കുറ്റം നിഷേധിച്ചു. ഇതോടെ പോലീസ് കോളേജിലെ CCTV ക്യാമറകൾ പരിശോധിച്ചു. ഇതിൽ നിന്നും വിദ്യാർത്ഥിനിയെ ആരും മുറിവേൽപ്പിച്ചതല്ലെന്നും സ്വയം മുറിവേൽപ്പിച്ചതാണെന്നും കണ്ടെത്തി. ഇതോടെയാണ് മണിക്കൂറുകൾ നീണ്ട പരിഭ്രാന്തി ഒഴിഞ്ഞത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. വിഷയം പ്രദേശത്ത് സംഘർഷത്തിന് തന്നെ കാരണമാകുമായിരുന്നു. പോലീസിൻ്റെ കൃത്യമായ അന്വേഷണത്തിൽ സത്യാവസ്ഥ പുറത്തു വന്നതാണ് സംഘർഷം ഒഴിവാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.